നമസ്കാരം സുഹൃത്തുക്കളെ, പ്രവാസ ലോകത്തെ മലയാളികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലൊന്നാണ് പ്രവാസി കേരള പെൻഷൻ. മറുനാട്ടിലെ ചുട്ടുപൊള്ളുന്ന വെയിലിലും പ്രതികൂല സാഹചര്യങ്ങളിലും പണിയെടുത്ത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നവരാണ് നമ്മുടെ പ്രവാസികൾ. അവരുടെ വിശ്രമകാലം സുരക്ഷിതത്വമാക്കാൻ കേരള സർക്കാർ രൂപീകരിച്ചതാണ് കേരള പ്രവാസി ബോർഡ്, കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് പ്രവാസി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സംശയങ്ങൾക്കുള്ള മറുപടിയുമാണ്. അതിലൊന്ന്, ഓരോ മാസവും നമുക്ക് ലഭിക്കുന്ന പെൻഷൻ വിവരങ്ങൾ എങ്ങനെ കൃത്യമായി ഈ വെബ്സൈറ്റിൽ പരിശോധിക്കാമെന്നും, രണ്ടാമത്തേത് നാം സമർപ്പിച്ച ലൈഫ് സർട്ടിഫിക്കറ്റ്, അതായത് മസ്റ്ററിംഗ് അധികൃതർക്ക് ലഭിച്ചോ എന്ന് എങ്ങനെ ഓൺലൈനായി ഉറപ്പുവരുത്താം എന്നുള്ളതുമാണ്. പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നവരാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ കാര്യങ്ങൾ വളരെ ലളിതമായി നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ഈ വെബ്സൈറ്റിലൂടെ പരിശോധിക്കാവുന്നതാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി പെൻഷൻ വിവരങ്ങൾ എങ്ങനെ പരിശോധിക്കാം, അതായത് മാസം തോറും നമുക്ക് ലഭിക്കുന്ന പെൻഷൻ വിവരങ്ങൾ എങ്ങനെ നമുക്ക് വെബ്സൈറ്റിലൂടെ പരിശോധിക്കാം എന്നുള്ളതാണ്. നമ്മുടെ പെൻഷൻ കൃത്യമായി അക്കൗണ്ടിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇപ്പോൾ വളരെ എളുപ്പമാണ്. അതിനായി താഴെ പറയുന്ന ഘട്ടങ്ങൾ നാം പിന്തുടരേണ്ടതാണ്. ഇതിനുവേണ്ടി നാം ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി ആദ്യമായി register.pravasikerala.org എന്ന വെബ്സൈറ്റ് ഓപ്പണാക്കി ആ വെബ്സൈറ്റിലൂടെയാണ് ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ അംശാദായം അടയ്ക്കുന്നതിനും അതുപോലെ മറ്റ് സേവനങ്ങൾക്കും, പെൻഷന് അപേക്ഷിക്കുന്നതിനും ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനും എല്ലാം ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടത് ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൊബൈൽ നമ്പർ ആയാലും മതി. അതുപോലെ അപ്പോൾ അവർ തരുന്ന ഒരു പാസ്വേഡും ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഈ പാസ്വേഡ് എപ്പോഴും സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ അറിയില്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയ അല്ലെങ്കിൽ CSC സെൻറ്ററിൽ പോയി ചെയ്താലും മതി. അപ്പോഴും അവർ തരുന്ന ലോഗിൻ ഡീറ്റെയിൽസ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം ഇടതുവശത്തുള്ള മെനുവിൽ ഹോം എന്നതിന് താഴെയായി നിരവധി ഓപ്ഷൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷനാണ് പ്രൊഫൈൽ മെമ്പർഷിപ്പ് എന്ന ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിലാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ആദ്യം ക്ലിക്ക് ചെയ്ത് അല്പം താഴോട്ട് പോകുമ്പോൾ പെൻഷൻ ഹിസ്റ്ററി എന്നൊരു ഭാഗം നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നതാണ്. ആ പേജിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ പെൻഷൻ ഹിസ്റ്ററി എല്ലാം അവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ എന്നു മുതലാണ് നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങിയത്, എത്ര തുകയാണ് ലഭിച്ചത്, എല്ലാ വിവരങ്ങളും, ഇന്നുവരെയുള്ള എല്ലാ വിവരങ്ങളും ആ പെൻഷൻ ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് മാർച്ചിലെ പെൻഷൻ അക്കൗണ്ടിൽ ലഭിച്ചാലും സൈറ്റിൽ ചിലപ്പോൾ ഫെബ്രുവരി വരെയുള്ള വിവരങ്ങളെ കാണിക്കൂ. എന്നാൽ ഇപ്പോൾ മാർച്ചിലെ പെൻഷനും കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഫെബ്രുവരിയിലെ പെൻഷൻ വരെ കാണിക്കുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഉടൻ തന്നെ സിസ്റ്റത്തിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പ്രവാസി പെൻഷൻ നിലവിൽ കുടിശ്ശികയില്ലാതെ തന്നെ സർക്കാർ നൽകി വരുന്നുണ്ട്. ചിലർക്ക് ചിലപ്പോൾ അല്പം താമസിക്കും എന്നത് മാത്രം. ചില സാങ്കേതിക കാരണങ്ങളാലാണ് ചെറിയ താമസം മാസങ്ങളിൽ വരുന്നത്. എന്നാലും ഇതുവരെയും കുടിശ്ശികയില്ലാതെ തന്നെ എല്ലാവർക്കും പെൻഷൻ നൽകുന്നുണ്ട്. ഇനി രണ്ടാമതായി ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ആയോ എന്ന് എങ്ങനെ അറിയാമെന്നുള്ളതാണ്. പ്രവാസി പെൻഷൻ്റെ നിയമമനുസരിച്ച് എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ളതാണ്. അത് നമുക്ക് ഓൺലൈനിലൂടെ സമർപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ഓർക്കുക. അത് ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സൈൻ ചെയ്ത് അത് തിരുവനന്തപുരത്തുള്ള ഹെഡ് ഓഫീസിലാണ് അയച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അത് പ്രിൻ്റ് എടുത്ത് ഗസറ്റഡ് ഓഫീസറെ കൊണ്ടാണ്
ചെയ്യേണ്ടത്. പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കാൻ പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ സമർപ്പിക്കണം. അത് നിങ്ങൾ ഫെബ്രുവരി മാസത്തിൽ സമർപ്പിച്ചാൽ അത് നിങ്ങൾക്ക് തിരിച്ച് അവരയച്ചു തരുന്നതാണ്. അത് സ്വീകരിക്കുകയില്ല. മാർച്ച് മാസത്തിൽ എടുത്ത ലൈഫ് സർട്ടിഫിക്കറ്റ് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അവിടെ നൽകേണ്ടത്. ഇത് തിരുവനന്തപുരത്തുള്ള ഹെഡ് ഓഫീസിൽ പോസ്റ്റൽ വഴിയാണ് അയച്ചു കൊടുക്കേണ്ടത്. വിദേശ രാജ്യങ്ങളിലുള്ളവർ അവിടെയുള്ള എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്. ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് അധികൃതർക്ക് ലഭിച്ചോ എന്നറിയാൻ പെൻഷൻ ഹിസ്റ്ററിക്ക് താഴെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. നിലവിൽ വെബ്സൈറ്റിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സബ്മിഷൻ ഡീറ്റെയിൽസ് എന്ന പേരിൽ പുതിയൊരു കോളം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹോം പേജിൻ്റെ താഴെ ഇടതുവശത്ത് തന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ വിവരങ്ങൾ കാണുവാൻ കഴിയും. നിങ്ങൾ 2026 മാർച്ച് മാസത്തിൽ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്താലും അത് സൈറ്റിൽ ഉടനടി കാണിക്കണമെന്നില്ല. സാധാരണയായി ഏപ്രിൽ മാസം കഴിഞ്ഞതിന് ശേഷമേ ഈ വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവാറുള്ളൂ. അതുകൊണ്ട് അയച്ചു കഴിഞ്ഞ ഉടൻ സൈറ്റിൽ കാണുന്നില്ല എന്ന് കരുതി ആകുലപ്പെടേണ്ടതില്ല. നിങ്ങൾ മാർച്ച് മാസത്തിൽ ഈ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുമ്പോൾ കഴിയുന്നതും സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റിൽ തന്നെ അയച്ചു കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇനിയും എന്താണ് ഈ പ്രവാസി പെൻഷൻ എന്നത് നമുക്ക് ചെറിയ രീതിയിൽ നോക്കാം. പ്രവാസകാലം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് വിദേശത്ത് തുടരുന്നവർക്കും 60 വയസ്സിന് ശേഷം ഒരു നിശ്ചിത തുക പ്രതിമാസം പെൻഷനായി ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്. പെൻഷന് പുറമെ ചികിത്സാ സഹായം, മരണാന്തര സഹായം, വിവാഹ സഹായം തുടങ്ങിയ ആനുകൂല്യങ്ങളും അംശാദായം അടയ്ക്കുന്ന കാലയളവിൽ നിങ്ങൾക്ക് ഇതിന് നിന്ന് ലഭിക്കുന്നതാണ്. ഇനി ആർക്കൊക്കെയാണ് ഈ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. ഈ പദ്ധതിയിൽ പ്രധാനമായും 3 വിഭാഗങ്ങളിലുള്ളവരാണ് അംഗമാകാൻ കഴിയുന്നത്. വിഭാഗം 1A നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ. വിഭാഗം 1B വിദേശത്തെ ജോലി കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയവർ. 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് 2A വിഭാഗമാണ്. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കും അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളവർക്കും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. അവരും 2 വർഷം കേരളത്തിന് വെളിയിൽ ജോലി ചെയ്തിട്ടുള്ളവരായിരിക്കണം. ഇനിയും ഇതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയെന്ന് നോക്കാം. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ ഉള്ളവരായിരിക്കണം. ഈ 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലായിരിക്കണം ഇതിന് അപേക്ഷിക്കേണ്ടത്. ഇനിയും 59ാമത്തെ വയസ്സിലാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നത് എങ്കിൽ 5 വർഷം തുടർച്ചയായി അംശാദായം അടച്ചെങ്കിൽ മാത്രമേ, അതായത് 64ാമത്തെ വയസ്സിൽ മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങൂ എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇനി 55ാമത്തെ വയസ്സിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് എങ്കിൽ 60ാമത്തെ വയസ്സ് മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും. അതുപോലെ 18ാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഇതിൽ അപേക്ഷിക്കുന്നത് എങ്കിൽ 23ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുകയില്ല. പക്ഷേ നിങ്ങൾ 18 മുതൽ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കുകയും അത് തുടർന്ന് 60 വയസ്സ് വരെ തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. 5 വർഷം തുടർച്ചയായി അടച്ചു എന്നു വെച്ച് നിങ്ങൾക്കൊരിക്കലും പെൻഷൻ ലഭിക്കുകയില്ല. 60 വയസ്സ് വരെ ഈ പദ്ധതിയിൽ അംശാദായം അടച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അടയ്ക്കുന്നവർക്ക് പെൻഷൻ തുകയിൽ പിന്നീട് അടയ്ക്കുന്ന തുകയുടെ 3% കൂടി തരുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് കഴിയുന്നതും 7000 രൂപ വരെ പെൻഷൻ ലഭിക്കുവാൻ സാധ്യതയുമുണ്ട്. ഇനി അംശാദായം എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് നോക്കാം. അംഗങ്ങൾ മാസാവസാനം അടയ്ക്കേണ്ട തുക താഴെ പറയുന്ന പ്രകാരമാണ്. വിദേശത്തുള്ള പ്രവാസികളാണ് എങ്കിൽ പ്രതിമാസം 350 രൂപയാണ് അടയ്ക്കേണ്ടത്. മടങ്ങി വന്ന പ്രവാസികളാണെങ്കിൽ 1B വിഭാഗത്തിൽപ്പെട്ടവർ 200 രൂപയാണ് അടയ്ക്കേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവാസികളും പ്രതിമാസം 200 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇന്ന് ഇതിന് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഇന്നെല്ലാം ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ സ്വയം വീട്ടിലിരുന്ന് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഈ അപേക്ഷയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.pravasikerala.org എന്ന ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ചാണ് ഇതിൽ നിങ്ങൾ അംഗങ്ങളാകേണ്ടത്.
അതിന് നിങ്ങൾ register.pravasikerala.org എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ആദ്യമേ തന്നെ ലഭിക്കുന്നതാണ്. ഇനി രജിസ്ട്രേഷൻ, ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിഭാഗം തിരഞ്ഞെടുത്ത് അതിൽ വേണ്ട വിവരങ്ങൾ, പേര്, മേൽവിലാസം, പാസ്പോർട്ട് വിവരങ്ങൾ, നോമിനിയുടെ വിവരങ്ങൾ എല്ലാം കൃത്യമായി നൽകി രേഖകൾ അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസയുടെ പേജ് അടക്കം, ഫോട്ടോയും അതുപോലെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ഒക്കെ ഇതിൻ്റെ കൂടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്, ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 200 രൂപ ഓൺലൈനായി അടയ്ക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് കാർഡ് ലഭിക്കുന്നതാണ്. തുടർന്ന് മാസം തോറും ലോഗിൻ ചെയ്തോ അല്ലാതെയോ ഈ സൈറ്റിലൂടെ നിങ്ങൾക്ക് അംശാദായം അടയ്ക്കാവുന്നതാണ്. എപ്പോഴും ലോഗിൻ ചെയ്ത് അംശാദായം അടയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പ്രതിമാസ പെൻഷൻ, കുറഞ്ഞത് 5 വർഷമെങ്കിലും അംശാദായം അടച്ച് 60 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് പെൻഷൻ ലഭിക്കുന്നത്. അടച്ച വർഷങ്ങൾ കൂടുന്നതനുസരിച്ച് പെൻഷൻ തുകയും വർദ്ധിക്കും. നിലവിൽ കുറഞ്ഞ പെൻഷൻ 3500 രൂപയും വിദേശങ്ങളിൽ ഉള്ളവർക്കാണ് ഈ 3500 രൂപ. നാട്ടിൽ വന്ന പ്രവാസികൾക്ക് 3000 രൂപയുമാണ് ലഭിക്കുന്നത്. കുടുംബ പെൻഷൻ, അംഗത്തിൻ്റെ മരണശേഷം നോമിനിക്ക് പെൻഷൻ്റെ ഒരു നിശ്ചിത ശതമാനം ലഭിക്കും. അതുപോലെ ചികിത്സാ സഹായം, മാരകമായ അസുഖങ്ങൾ ബാധിച്ചവർക്ക് 50,000 രൂപ വരെ സഹായം ലഭിക്കും. വിവാഹ ധനസഹായം, അംഗങ്ങളുടെ പെൺമക്കളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം, വിദ്യാഭ്യാസ സഹായം, അംഗങ്ങളുടെ മക്കൾക്ക് ഉപരിപഠനത്തിനുള്ള സ്കോളർഷിപ്പുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ എത്ര തുകയാണ് ലഭിക്കുന്നത് എന്നൊക്കെ അറിയുവാൻ കഴിയുന്നതാണ്. പ്രവാസം എന്നത് ഒരു മരീചികയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. ഈ അധ്വാനത്തിന് അർഹമായ ഒരു വിശ്രമകാലം നമ്മൾ തന്നെ ഒരുക്കണം. അതുകൊണ്ട് ഇനിയും ഈ പദ്ധതിയിൽ ചേരാത്തവർ എത്രയും വേഗം പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങൾ ആവുക. നമ്മുടെ നാളുകൾ സുരക്ഷിതമാകട്ടെ. പ്രവാസി പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഡിജിറ്റൽ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ നമ്മുടെ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്താൻ സാധിക്കും. കൃത്യസമയത്ത് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനും ലോഗിൻ വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കളിലേക്കും സഹപ്രവാസികളിലേക്കും ഷെയർ ചെയ്യുക. പുതിയ വിവരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.